നമുക്ക് UDFന്റെ 2011-16 കാലഘട്ടത്തിലെ പ്രകടന പത്രിക ഒന്ന് നോക്കിയാലോ? കാരണം ഇപ്രാവശ്യം അവർ കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാലോ? കർഷകർക്ക് പലിശരഹിത ലോൺ നൽകുമെന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത്. അതായത് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു കർഷകന് പലിശരഹിത കാർഷിക ലോൺ ലഭിച്ചതായിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? രണ്ടാമത്, റബ്ബറിന്റെയും നെല്ലിന്റെയും താങ്ങുവില നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. റബ്ബറിന്റെയും നെല്ലിന്റെയും താങ്ങുവില ഇവർ എവിടെയാണോ വർദ്ധിപ്പിച്ചത്? LDF സർക്കാർ വരേണ്ടി വന്നു റബ്ബറിന്റെയും നെല്ലിന്റെയും താങ്ങുവില വർദ്ധിപ്പിക്കാനായിട്ട്. കർഷകരെ പറഞ്ഞ് കബളിപ്പിച്ചില്ലേ ഉമ്മൻചാണ്ടി സർക്കാരെ നിങ്ങൾ അന്ന്? UDF നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും വീണ്ടും കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇത്തരം മായാജാല കഥകൾ കൊണ്ടല്ലേ. അതായത് എല്ലാ കർഷകർക്കും കാർഷിക ഇൻഷുറൻസ് ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. ആ കാർഷിക ഇൻഷുറൻസിന്റെ ഗഡുക്കൾ ആരടയ്ക്കും? സർക്കാർ അടയ്ക്കുമെന്ന് പറഞ്ഞു. UDF സർക്കാരിന്റെ കാലത്താണ് കേട്ടോ. എവിടെ, ഏത് കർഷകനാണ് ഇൻഷുറൻസ് കിട്ടിയത്? എത്ര കർഷകർക്ക് നിങ്ങൾ ഇൻഷുറൻസിന്റെ ഗഡു അടച്ചിട്ടുണ്ട്? പറയണം UDF നിങ്ങൾ മറുപടി. അതേപോലെ 2011-16 കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കാർഷിക സംസ്ഥാനമാക്കി മാറ്റും. അതേപോലെ തന്നെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടുമെന്ന് അവകാശപ്പെട്ടു ഉമ്മൻചാണ്ടി സർക്കാർ അന്നത്തെ. ഇവിടെ പച്ചക്കറി സ്വയം പര്യാപ്തതയിലെത്തി? ഇത്തരം കപടമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് പ്രകടന പത്രിക അവതരിപ്പിക്കാൻ UDF-നില്ലാതെ മറ്റാർക്കും സാധിക്കില്ല. തീർന്നിട്ടില്ല, അതാ കിടക്കുന്നുണ്ട്. പച്ചക്കറിയുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതിന് പച്ചക്കറിയും മറ്റു ഉൽപ്പന്നങ്ങളും കൂടെ ഉൽപ്പാദിപ്പിച്ചെങ്കിലല്ലേ വില നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും വേണ്ട, നമ്മുടെ ഇവിടുത്തെ വൈക്കത്തുണ്ടായിരുന്ന പേപ്പർ ഫാക്ടറി ഇവർ വിൽക്കാൻ തയ്യാറായി. അതേപോലെ തന്നെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലുണ്ടായി. ഇവിടുത്തെ കാർഷിക മേഖല അപ്പാടെ തകർന്നുപോയി. അതല്ലായിരുന്നു UDF-ന്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. പിന്നെ ഇവർ കൊണ്ടുവന്ന കാര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങളൊന്ന് മെച്ചപ്പെടുത്തുകയാണ്. അതായത് റോഡുകൾ പുതിയതായിട്ട് പണിയും, അല്ലെങ്കിൽ നിലവിലെ റോഡുകളെല്ലാം ഹൈടെക് ആക്കും. എവിടെ ആ കാലത്ത് 2011-16 കാലഘട്ടത്തിൽ റോഡുകൾ ഹൈടെക് ആയത്? നാഷണൽ ഹൈവേ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എവിടെ കൊണ്ടുവന്നു? അവസാനം തോറ്റോടേണ്ടി വന്നില്ലേ? പിന്നെ കേരളത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും, എല്ലാ വീടുകളിലും ഞങ്ങൾ കുടിവെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞു. എവിടെ എത്തിച്ചു കുടിവെള്ള പദ്ധതി? അതായത് വെള്ളം ഇല്ലാത്ത പ്രദേശത്ത്, ജല ദൗർലഭ്യം അനുഭവിക്കുന്ന പ്രദേശത്ത് കുടിവെള്ള പദ്ധതികൾ LDF-ന്റെ സർക്കാരാണ് കൊണ്ടുവന്നത്. അവിടെയും പൂർണ്ണ പരാജയമായിരുന്നു 2011-16 കാലഘട്ടത്തിലെ UDF സർക്കാർ, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. അതേപോലെ തന്നെ ഞങ്ങൾ സഞ്ചാരയോഗ്യമല്ലാത്ത ഇടങ്ങളിലേക്ക് പുതിയ പാലങ്ങൾ നിർമ്മിക്കും, കായലിനും പുഴയ്ക്കും കുറുകെ എന്ന് പറഞ്ഞു. എവിടെ നിർമ്മിച്ചു? ഒരു പാലമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ പുതിയതായിട്ട് നിർമ്മിച്ചത്? 2011-16 കാലഘട്ടത്തിൽ ഇതേവരെ യാതൊരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനവും കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പാലം പണിതു, പാലാരിവട്ടം പാലം പണിതു. അതിൻ്റെ പിന്നിൽ ഉണ്ടായ അഴിമതി കഥകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതുമാണ്. പിന്നീട് ഇവർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു വൈദ്യുതി വർധനവ്, അതായത് വൈദ്യുതി ഉൽപാദന വർധനവ് ഉണ്ടാകും. പക്ഷേ 2011-16 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പവർ കട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അവിടെയും UDF പരാജയപ്പെട്ടു. പ്രകടന പത്രികയിൽ ഇവർ പൊള്ളയായി നൽകുന്ന വാഗ്ദാനങ്ങൾ ദയവ് ചെയ്ത് ജനങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ വലിയ കുഴിയിലേക്ക് ഇവർ കൊണ്ട് വീഴ്ത്തുക തന്നെ ചെയ്യും. അതേപോലെ നിങ്ങൾ സ്കൂളുകൾ നവീകരിച്ചിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? 2011-16 കാലഘട്ടത്തിൽ എന്തായിരുന്നു സ്ഥിതി? സ്കൂളുകൾ അടച്ചു പൂട്ടുന്ന വക്കിലേക്ക് വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന കാലത്ത് സ്കൂളുകൾ പൂട്ടുവാനായിട്ടുള്ള ഏകദേശം 40-ന് മുകളിൽ ഗവൺമെന്റ് സ്കൂളുകൾ പൂട്ടുവാനായിട്ടുള്ള ഉത്തരവ് ഒപ്പുവെച്ചിട്ടാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയത് എന്ന് ഓർക്കണം. ഒന്നും വേണ്ട, ഈ വികസന നായകന്മാരായിട്ട് പറയുന്ന ആളുകളുണ്ടല്ലോ, 10-30-35 വർഷക്കാലത്തോളം MLA ആയിട്ടും മുഖ്യമന്ത്രിയായിട്ടും മന്ത്രിയായിട്ടും വരുന്ന ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മനസ്സിലാകും UDF-ന്റെ നേതാക്കന്മാരുടെ വികസനം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഞാനൊക്കെ കാണുന്ന കാലഘട്ടത്തിൽ, അതായത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ പുതുപ്പള്ളിയാണ്. അന്ന് കാണുന്ന പുതുപ്പള്ളി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇന്ന് കാണുന്ന പുതുപ്പള്ളി. ഇവർ നൽകുന്ന വാഗ്ദാനങ്ങൾ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളായിരിക്കും, അത് വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രകടന പത്രിക നിരത്തിക്കൊണ്ട് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് UDF വീണ്ടും എത്തിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്.